ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും ആനയൂട്ടും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. ആനയൂട്ടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇതാ ആനയൂട്ടിന് വേണ്ടിയിട്ട് ആനകളെ വരിവരിയായി നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ്. അപ്പം അനീഷേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഉത്സവത്തിൻ്റെ അവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാ ഇന്നലെ കുട കൊണ്ടുപോകൽ ചടങ്ങാണ് വീഡിയോ ആയിട്ടിട്ടത്. ഇന്ന് അവിടുത്തെ ആനകളെ വിശേഷം ഉത്സവത്തിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇതൊക്കെ അന്ന് ശിവരാത്രീൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് തന്നെയാണ് അവിടുത്തെ ഉത്സവം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആനയൂട്ടിൻ്റെ ആവശ്യം എന്താ പറയുക, ആവശ്യങ്ങൾക്കായിട്ട് ആനേനെ വരി വരിയായിട്ട് നിർത്തുകയാണ് കേട്ടോ. രണ്ടല്ല 3 ആന ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഏറ്റവും വലിയ ആനയാണ് ആ വരുന്നത്. അപ്പോൾ ആ ആന നടുവിലായിട്ട് നിർത്തിയിട്ട് പിന്നെ സൈഡിൽ വേറൊരു ആനേനെയും കൂടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ആനയാണ് കേട്ടോ ഇവിടെ ഉത്സവത്തിന് ഉണ്ടാവുക. അത് വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ 3 ആന. അപ്പോൾ നമ്മളെ ക്യാമറയ്ക്ക് നല്ല ഇളക്കുണ്ട് കേട്ടോ. കാരണം ഫോണായിട്ട് കിട്ടിയ ഗ്യാപ്പ് കൂടിയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം വീഡിയോസൊക്കെ കാണാനായിട്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ആനയൂട്ടിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. അങ്ങനെ ഓരോരുത്തരെ വകയായിട്ടാണ് കേട്ടോ ആനയൂട്ടുള്ളത്. അപ്പോൾ ഓരോ പേരൊക്കെ അവിടെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവിടെ നമ്മളെ ഭക്തി ഗാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇത് ആ ലൈവായിട്ട് നമുക്ക് എങ്ങനെ അതിൻ്റേതായിട്ടുള്ള വോയിസ് കൊടുത്ത് കാണിക്കുക. പക്ഷെ അവിടെ പാട്ടുകളുണ്ട്, ഭക്തിഗാനങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിലപ്പം എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് ഞാനത് വോയിസ് കൊടുക്കുകയാണേ. അപ്പോൾ അതാ നല്ല അടിപൊളി ഗജ കേസരിമാരാണ്. ഇനിയിപ്പം വൈകുന്നേരം ആയാലും നെറ്റിപ്പട്ടൊക്കെ ഒന്ന് കെട്ടിയിട്ട് വേണമല്ലോ അവർക്ക് ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്തിന് പോകാനായിട്ടും എഴുന്നള്ളത്തിൻ്റെ കൂടെ തിരിച്ചു വരാനായിട്ടും ഒക്കെ. അപ്പം ശിവരാത്രി ആഘോഷിക്കുന്ന നല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ ഇവിടേക്കുള്ള കലശ എഴുന്നള്ളിപ്പൊക്കെ വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കലശം എടുത്തിട്ട് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. കാരണം ശിവരാത്രി ആയതുകൊണ്ട് അവിടെ അമ്പലത്തിൽ പരിപാടിയുണ്ട്. അപ്പം ഈ പ്രാവശ്യം താലപ്പൊലിയൊക്കെ പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവർക്ക് കൊമ്പന്മാർക്കുള്ള ഫുഡ് കൊടുക്കലാണ്. ആനയൂട്ടാണ് കേട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആനയൂട്ട് കാണുന്നത് സത്യം പറയാച്ചാൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞിട്ടോ, ചേച്ചി സൈഡിൽ നിന്ന് വീഡിയോ എടുത്തോ, കുഴപ്പമില്ല, വീഡിയോ എല്ലാം കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് 1-2 ആൾക്കാർ വളണ്ടിയർമാർ തന്നെ ചേച്ചി മുന്നോട്ട് നിന്ന് വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് കയറി നിന്നതാട്ടത് സത്യത്തിൽ. എന്നാലും അകലം പാലിച്ച് തന്നെയാണ് കേട്ടോ നിൽക്കണതൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായിട്ടോ. ആനേനെ കാണാമെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ. കുഞ്ഞിലേ മുതലേ ആനേനോട് സ്നേഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുറച്ച് പേടി ഉണ്ടാവും എന്നുള്ളത് സത്യമാണെങ്കിലും ആനേനോട് താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലേ. അപ്പോൾ ആനയൂട്ടൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അനീഷേട്ടൻ്റെ ചേച്ചി മോളും എല്ലാവരും ഉണ്ട്. അബിയുണ്ട്, പിന്നെ ഏട്ടൻ്റെ ഭാര്യ, ഞാൻ, അമ്മ, അനീഷേട്ടൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളൂ കേട്ടോ കുട കൊണ്ടുകൊടുക്കലിനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഈ ചെണ്ടക്കൊട്ടും പഞ്ചവാദിയും ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പകൽ അവിടെ നിന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ആനയൂട്ടുണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്തോ യാദൃശ്ചികമായിട്ട് ഞങ്ങൾക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനേൻ്റെ അടുത്ത് ആനേൻ്റെ പാപ്പാമാരെല്ലാം ഉണ്ട് കേട്ടോ. ഓരോ ആനയ്ക്ക് 3-4 പാപ്പാമാരായിട്ടാണ് നിൽക്കണത്. അപ്പോൾ ആനയ്ക്ക് ഒരൊറ്റ കാലിനെ ചങ്ങല ഇട്ടിട്ടുള്ളൂ കേട്ടോ. 2 കാലിനൊന്നും ബന്ധിച്ചിട്ടിട്ടൊന്നുമില്ല. അപ്പം ഒറ്റ കാലിന് ചങ്ങലിട്ടിട്ടാണ് ഓല നടത്തിക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു അതിശയം പോലെ കേട്ടോ. കാരണം നല്ല എന്താ പറയുക, ഓല ആ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ വിട്ട പോലെയാണ് കേട്ടോ ഇന്ന് അവിടെ. അപ്പോൾ അതേ രീതിക്കാണ് നടക്കുന്നത്. നല്ല അനുസരണയോടുകൂടി ആനയൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള തൊടിയിലാണ് ഓരോ കെട്ടിയിടുന്നത്. അങ്ങനെ 3 ആനകളെ അവിടെ വരിയായിട്ട് കെട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരവിടെയൊക്കെ നിൽക്കണതും ഒക്കെ അതിൻ്റെ മുന്നേ പോയി ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഈ ആളെ തീറ്റ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ആൾ ഇനിയും തിന്ന് തന്നെയാണ്. അതിൽ കുറച്ച് ചോറൊക്കെ ഉരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. പാപ്പാനും കൊടുക്കുന്നുണ്ട്, പിന്നെ അവിടെ ഉള്ള ആരോ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ മൂപ്പരന്നെ വരണ്ടി തിന്നുന്നുണ്ട് കേട്ടോ പാത്രത്തിലുള്ളത്. പിന്നെ ആനയ്ക്കുള്ള ഭക്ഷണം അവിടെ വേറെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടോ. അങ്ങനെ കൊമ്പൻ അതൊക്കെ കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതും ഒന്ന് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ ചങ്ങലൊക്കെ അവിടെ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നിരീക്ഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ധൈര്യത്തിലൊക്കെ നിൽക്കാൻ, എന്നാലും പേടിക്കണം കേട്ടോ. കുറച്ച് അകലം പാലിച്ച് തന്നെയാണ് എല്ലാവരോടും നിൽക്കാൻ പറയുന്നതൊക്കെ. കാരണം ചൂട് കാലം ആയതുകൊണ്ട് ഇവരവസ്ഥ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു കാലിൽ മാത്രം ചങ്ങല ഇട്ടിട്ടതാ നല്ല ഉഷാറായിട്ട് നടന്നു പോകണം കേട്ടോ. നല്ല അകലത്തിൽ കാലൊക്കെ വെച്ചിട്ട് പോണ്.
അപ്പോൾ അത് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുക കേട്ടോ. അല്ലെങ്കിൽ 2 കാലിലും ചങ്ങലിട്ടിട്ട് മാത്രമേ കാണലുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ ഇങ്ങനെ കാണാനായി. അങ്ങനെ ഒരുപാട് ചെണ്ടക്കാരും എല്ലാവരും ഉള്ളതാട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇത് കാണാനായിട്ട് വന്ന് നിന്നതാണ്. അവിടെ കൂടി ജനങ്ങളൊക്കെ ആനയൂട്ട് കാണാനായിട്ട് നിന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ച് അങ്ങനെ ഒരു ആനേനെ കൊണ്ടുപോയി അതിൻ്റെ സ്ഥലത്ത് പോയി തളച്ചിട്ടിട്ടോ. പിന്നെ അവിടെ കുറച്ച് പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കണ്ട് രസിച്ചങ്ങനെ നിന്നിട്ടോ. ഉച്ച വരെ അവിടെ നിന്നിന് സംഭവം. അബിക്ക് ഇതൊക്കെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അബി വരില്ല എന്നൊക്കെ പറഞ്ഞതാണ് സത്യത്തിലും. അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതാണ്. ഒന്ന് വന്നോ എന്നാണൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതാ എന്തായാലും അബിക്ക് ആ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് പോലെ ഇടാൻ വേണ്ടിയിട്ടും ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ഓന് ഇൻസ്റ്റഗ്രാമിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കണേ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല ക്ലിയർ ആയിട്ടൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ചെണ്ട കൊട്ടലൊക്കെ അടിപൊളിയായിട്ട് പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല രസം കേട്ടോ. പകലും നമുക്കിത് കാണാൻ അധികം ചാൻസ് കിട്ടലൊന്നുമില്ല. അപ്പോൾ ഇത് എവിടെയായാലും നമ്മൾ രാത്രിയിലല്ലേ ഉത്സവത്തിന് പോവല്. അപ്പോൾ ഇതിൽ പകൽ പോയി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഭാഗ്യമായിട്ട് തന്നെയാട്ടോ ഞാൻ കരുതുന്നത്. കാരണം ഒരു അമ്പലത്തിൽ പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കിട്ടുക തന്നെ വേണം. അപ്പോൾ അതെനിക്ക് കഴിഞ്ഞൊല്ലും കഴിഞ്ഞ് ഇക്കൊല്ലും കഴിഞ്ഞ് കേട്ടോ ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ അമ്പലത്തുനിന്ന്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് കുളിച്ച് മാറ്റിയൊക്കെ പോയി. അപ്പോൾ എഴുന്നള്ളത്ത് വരാൻ സമയമായിന് കേട്ടോ. 5:30 ആയിനെ. അപ്പം വെടിമരുന്നൊക്കെ ഉണ്ട് എല്ലായിടത്തും വെച്ചിട്ട് 3 സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വെടിമരുന്നൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഴുന്നള്ളത്ത് അമ്പലത്തിൽ പോയിട്ട് കലശം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്ത് നിരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തായിട്ട് വെടിമരുന്ന് പൊട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാ നല്ല ഉഗ്രം സൗണ്ടാട്ടോ. അപ്പോൾ എനിക്കൊരു പേടി തോന്നിട്ടോ. ഈ സൗണ്ടൊക്കെ കേട്ടാൽ എങ്ങനെയാണ് ആന നിൽക്കുക എന്നൊക്കെ തോന്നിട്ടോ. സാധാരണ ആനേനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യലേ, തോട്ടത്തിലൊക്കെ വെച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്ക് ഒരു ഭയങ്കര സംശയം കേട്ടോ ആ ഒരു കാര്യത്തിൽ. എന്തായാലും പടക്കം പൊട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആന എഴുന്നള്ളത്ത് വരുന്നുണ്ട് കേട്ടോ. കലശം കൊണ്ട് വരുന്നുണ്ട്. 3 ഗജ കൊമ്പന്മാരാണ് നമ്മളെ നെറ്റിപ്പട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു ഗുമ്മാണല്ലേ. ആനയ്ക്ക് നെറ്റിപ്പട്ടം വെച്ചാൽ ഭയങ്കര ഒരു എനർജിയാണ്, ഒരു ഭയങ്കര രസമാണ് എന്നൊക്കെ പറയുന്നേക്കാം. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നത് അനീഷേട്ടൻ്റെ വീട്ടിൻ്റെ നേരെ എത്തിന്ന് കേട്ടോ. അവിടെയാണ് അനീഷേട്ടൻ്റെ വീട്. കുറച്ച് ബാക്കിലേക്ക് പോവണം. അപ്പോൾ അവിടെ എത്തിയപ്പോഴും ഇവിടെയുണ്ട് ഒരു വെടിമരുന്ന് കേട്ടോ. അങ്ങനെപ്പോൾ 2ാമത്തെ സ്ഥലത്തെത്തി വെടിമരുന്നിൻ്റെ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് നടന്ന് വന്ന്. കാരണം രാവിലെ ഇവിടെ തൂക്കിയിടുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാട്ടോ. ഇവിടെ വെടിമരുന്ന് ഒരു തൂക്കിയിടുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇവിടെയും പൊട്ടുണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ. അപ്പോൾ ആന അങ്ങനെ തിരിഞ്ഞ് വരണേ ഉള്ളൂ. ഒരു ബാക്കിലാണ് വരുന്നത്. നല്ല സ്പീഡിലാണ് കേട്ടോ ചെണ്ടക്കാരെല്ലാവരും പോണത്. കാരണം സന്ധ്യയായി തുടങ്ങിന്, 6 മണി ആവാനായി തുടങ്ങിന് കേട്ടോ. അപ്പോൾ ആനതാ വരുന്നുണ്ട്, കലശം വരുന്നുണ്ട്. ഞങ്ങളെ കുട വരുന്നുണ്ട്. ഞങ്ങളെ കുടയാണ് ആനേനെയും കാട്ടി ഹൈറ്റിൽ കണ്ടോ ഞങ്ങളെ കുട. നമ്മൾ അനീഷേട്ടൻ കൊടുത്ത കുടയാണ് കേട്ടോ അതാണ് ഈ ഒരു എഴുന്നള്ളത്തിന് കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുട കേട്ടോ. അപ്പോൾ അത് അനീഷേട്ടന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് കേട്ടോ. അത് അച്ഛൻ്റെ ആ ഒരു ഭാഗ്യം എന്താ പറയുക, അതിപ്പോൾ അച്ഛൻ ഇല്ലാതായതിൻ്റെ ശേഷം മോനാണ് അത് ഏറ്റെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആനേനെയും കാട്ടി ഹൈറ്റിൽ ആ കുട അവിടെ കാണുക എന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ പറയണേ എടി നമ്മളെ കുട ഏതടി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് രസമല്ലേ അനീഷേട്ടൻ ഇങ്ങനെ കാണാനായിട്ട്. ഇത് അതിൻ്റെ ആ ഒരു ഇത് അറിയണവർക്കേ അറിയുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഇത് പറയുമ്പോൾ അത്ര ഒരു ഇത് തോന്നൂല. എന്തുതന്നെയായാലും അതൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് വെടിമരുന്ന് പൊട്ടൽ തുടങ്ങിന്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് പോയി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നല്ലോണം പൊട്ടിത്തെറിക്കുന്നതൊക്കെ റോട്ടുമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റോഡിൻ്റെ ആ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാറ്റുന്നുണ്ട് കേട്ടോ. പുറത്ത് മാറി നിൽക്കി എന്ന് പറഞ്ഞിട്ട്. കാരണം പടക്കല്ലേ സാധനം. പൊട്ടി വരുമ്പോൾ എവിടെ എത്തിപ്പെടും എന്നൊന്നും അറിയില്ല. പക്ഷെ മുന്നിലേക്ക് ഒരുപാട് ആൾക്കാർ പോയി നിൽക്കണവരൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പടക്കം പൊട്ടുന്നുണ്ട്. നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ സൗണ്ടൊന്നും നമ്മളിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് പുക മാത്രമായി കേട്ടോ. അപ്പോൾ നല്ല പുക. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന് ഓരോരുത്തരും. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഇതിലേറെ വെടിമരുന്നുള്ള ഉത്സവമാണ് ഇനി അടുത്ത വെള്ളിയാഴ്ച വരാനായിട്ട് പോണത്. അപ്പോൾ അവിടെ പോയിട്ടും പറ്റുമെങ്കിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പറ്റിയാൽ പോവണം.
നന്ദുമോൾക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഒന്നാമത് ഉത്സവങ്ങൾക്കൊക്കെ പോകാൻ മടിക്കുന്നത്. എന്നാലും നന്ദുമോൾക്ക് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്, എന്നാലും കൊണ്ടുപോകണം. അവിടെ ഒരു ആന മാത്രമേ ഉണ്ടാവലുള്ളൂ കേട്ടോ. എന്നാലും ആ ആനേനെയും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും വലിയൊരു കാര്യം ആനേനെ കാണാമെന്നുള്ളതാട്ടോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ അതാ ഗജവീരന്മാർ വരുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഓരെ ഞാൻ നല്ലോണം ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് നിൽക്കാനേ നേരമില്ല കേട്ടോ. ഇത്തിരി നിൽക്കുമ്പോഴേക്ക് ഇവർ മൂന്നാളും ഇങ്ങോട്ട് നടക്കുകയാണ്, തീരെ നിൽക്കില്ല. എന്താണെന്ന് ആർക്കറിയാം, അതെല്ലാവരും പറയുന്നുണ്ട് ഇവർ തീരെ നിൽക്കില്ലല്ലോ, വേഗം വേഗം നടക്കുകയാണല്ലോ എന്ന്. അപ്പോൾ മുന്നിൽ നടുവിൽ നിന്ന ആളാണ് ആ സ്പീഡിൽ പോണത് കേട്ടോ. ആൾക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ഇതിൽ പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇതാ വേഗം നടന്ന് പോകുന്നുണ്ട്. അപ്പം ഇവിടുന്ന് മൂന്നാളും 3 വരിയായിട്ടൊക്കെയാണ് നിന്നത്. ഇപ്പം മൂന്നാളും ബാക്കിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓരോ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടുകൊണ്ടുള്ള സന്തോഷം തോന്നുന്നുണ്ട് ആനകൾക്കും. ഒരു നല്ലോണം ചെവിയൊക്കെ ആട്ടി സുന്ദരന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ വെടിമരുന്നിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഇവരെങ്ങനെയാണ് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരുപാട് പോലീസുകാരുണ്ടാവും കേട്ടോ ഇവിടെ. ഈ ഉത്സവത്തിന് ഒരുപാട് പോലീസുകാരുള്ളതാണ്. അത് കാലങ്ങളായിട്ടുള്ളതാട്ടോ. കാരണം അങ്ങനെയുള്ള ജനപ്പെരുപ്പാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഓരെ നിയന്ത്രിക്കണമെങ്കിൽ പോലീസ് തന്നെ വേണം കേട്ടോ. അപ്പം ആനകളെ കൊണ്ടുപോകുന്ന ലോറിയൊക്കെ അത് അവിടെ തന്നെ നിർത്തിയിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ഇറക്കിയിട്ടാന്ന് തോന്നുന്നുണ്ട് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ ഓലെ 3 ലോറികളും റോഡിൻ്റെ സൈഡിലുണ്ട്. അപ്പം ഇനി ഉത്സവമൊക്കെ കഴിഞ്ഞ് ഒരു നേരെ നടന്ന് വന്നിട്ട് ഈ ലോറിയിൽ അങ്ങോട്ട് കയറി പോവലാവും ഉണ്ടാവുകയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആന അമ്പലത്തിലേക്ക് പോണതിനനുസരിച്ച് ആൾക്കാർ ആനേൻ്റെ വൈത്താലെ പോകുന്നുണ്ട് കേട്ടോ. കാരണം എഴുന്നള്ളത്തിൻ്റെ കൂടെ അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏകദേശം സന്ധ്യയായി തുടങ്ങിന്, 6:30 ആയി തുടങ്ങിന്. അതുകൊണ്ട് തന്നെയാണ് ആകാശമൊക്കെ ലേശം ഒന്ന് മങ്ങിച്ച വന്നത്. പിന്നെ അനീഷേട്ടൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. താഴെ ഒരു വെടിമരുന്നും കൂടി പൊട്ടിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അത് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാനും നന്ദമോളും കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന്, പിന്നെ ഞാൻ പറഞ്ഞു ഇനി നടക്കണ്ട, നമുക്ക് ദൂരേന്ന് കാണാൻ വെടി പൊട്ടണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നന്ദു പറഞ്ഞു മതി അമ്മേ, കൈയും കാലൊക്കെ കുഴയുണ്ട് നടന്നിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് നോക്കിയിട്ട് അനീഷേട്ടൻ പോയി. അപ്പോൾ ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആട്ടോ, മോളിൽ കൂടിയാണ് പാലം പോണത്. അല്ലെങ്കിൽ റെയിൽ കടന്നിട്ടാണ് കേട്ടോ ആന ഉത്സവത്തിൻ്റെ അവിടേക്ക് പോവൽ, അമ്പലത്തിലേക്ക് പോവൽ റെയിൽ കടന്നിട്ടാണ് പോവൽ. ഇപ്പം ഈ റോഡ് വന്നതോട് കൂടിയിട്ട്, മേൽപ്പാലം വന്നതോട് കൂടിയിട്ട് ഇപ്പം ആന ഈ ആദ്യമായിട്ടാണ് ആന റെയിൽ മുറിച്ച് കടക്കാതെ പാലത്തുമ്മ കൂടി എഴുന്നള്ളത്ത് പോണത് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക, നല്ല അടിപൊളി ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നാടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉത്സവങ്ങളുണ്ട്, അതൊക്കെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ് കേട്ടോ സത്യമായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉത്സവങ്ങളും തെറ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ തെറകൾ ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും ഒന്നുണ്ട് പുലർച്ചയ്ക്ക്. പിന്നെ പുലർച്ചയ്ക്ക് ഒരു വെടിമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാനും അനീഷേട്ടനും രാത്രിക്ക് ഉത്സവത്തിന് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. നന്ദുമോളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കണം, ഓക്ക് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് പഠിക്കണം. അപ്പോൾ ഞാനും നന്ദുമോളും ഇങ്ങനെ അനീഷേട്ടനെയും കാത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ വെടിമരുന്ന് പൊട്ടനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആനകളെ അവിടെ നിർത്തിന്ന്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് അനീഷേട്ടൻ എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വെച്ചിട്ട് ഞങ്ങൾ അനീഷേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നന്ദുവിനെ വീട്ടിലും കൊണ്ടുപോയാക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് രാത്രി ഉത്സവത്തിന് വരാനായിട്ട്. അപ്പോൾ അതാ ആൾ വരുന്നവരെയും ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അവിടെ ഒരു ചെറിയൊരു ഇരിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടോ. അനീഷേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ പോയി ഇരുന്ന് അനീഷേട്ടനെ കാത്തിരിക്കുന്നുണ്ട്. ആൾ വരട്ടെ എന്തായാലും, അത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. എല്ലാ ജനങ്ങളും ആനേൻ്റെ വയത്തല തന്നെ അങ്ങോട്ട് പോയോണ്ട് ഇവിടെ ഒന്നും ആരെയും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ സന്ധ്യയായി തുടങ്ങിയോണ്ട് തന്നെ എല്ലാവരും ഉത്സവത്തിനൊക്കെ ഉള്ള തിരക്കിലാണ്. അപ്പോൾ അനീഷേട്ടനും ഞാനും നന്ദുവിനെ വീട്ടിലാക്കിയതിൻ്റെ ശേഷം ലാസ്റ്റ് ഉത്സവത്തിൻ്റെ സ്ഥലത്ത് എത്തിയിന് കേട്ടോ. അപ്പോൾ രാത്രി വിശേഷങ്ങൾ ഓവറായിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആനകളൊക്കെ അതാ അവിടെ വരിവരിയായി നിൽക്കേണ്ട ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോക്ക് എത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും ബൈ.